വലദിഹി വ വാലിദിഹി വന്നാസി അജ്മഈൻ. മക്കളെക്കാളും വാപ്പമാരെക്കാളും ഈ ലോകത്തുള്ള സർവ്വ ആളുകളെക്കാളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിനക്ക് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ആളായി മാറുന്ന അവസ്ഥ എപ്പോഴാണോ അപ്പോഴേ അവന്റെ ഈമാൻ പരിപൂർണമായി എന്ന് പറയാൻ ഒക്കത്തുള്ളൂ എന്ന് റസൂൽ പറയാൻ കാരണം എന്താ? ഈമാന്റെ കമാലിയത്ത്, ഈമാന്റെ പൂർണ്ണത, ആ പൂർണ്ണത ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള മഹബത്ത് നമ്മളെ ഹൃദയത്തിൽ വരണം. ഈമാനിക്കൊരു വളം ചേർക്കണമായിരിക്കാണ് നബിനോടുള്ള മഹബത്ത്. ആ മഹബത്ത് വരണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിന്റെ വ്യക്തിത്വം എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യക്തിത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇവിടെ ജീവിതത്തിന്റെ ഓരോ സർവ്വ മേഖലകളിലും നബിനെ പിൻപറ്റപ്പെടാൻ പറ്റുന്നതാണ്. ഒരു മുഅ്മിന് പിൻപറ്റേണ്ടത് ആരെ? വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞ ഈ ആയത്തിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിന്റെ ഓരോ മണ്ഡലങ്ങളിലും നമ്മളൊരു ഭർത്താവായി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അത് പഠിക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി കണ്ടിട്ടാണ്. നമ്മളൊരു കച്ചവടക്കാരനാവേണ്ട എങ്ങനെയാ? ഒരു കച്ചവടക്കാരനിക്ക് ആ കച്ചവടക്കാരൻ മാതൃകയാക്കേണ്ടത് റസൂലുള്ളാഹിനെയാണ്. ഒരു കർഷകൻ ആ കർഷകൻ മാതൃകയാക്കേണ്ടത് റസൂലുള്ളാഹിനെയാണ്. ഒരു വാപ്പ ആ വാപ്പ എന്നുള്ള നിലക്ക് വാപ്പ മാതൃകയാക്കേണ്ടത് റസൂലുള്ളാഹിനെയാണ്. ഒരു ഭരണകർത്താവ് ആ ഭരണകർത്താവ് മാതൃകയാക്കേണ്ടത് റസൂലുള്ളാഹിനെയാണ്. ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ മാതൃകയാക്കേണ്ടത് എന്താ? റസൂലുള്ളാഹിനെയാണ്. ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെടുന്ന പള്ളിയിൽ ഒരു ബാങ്ക് കൊടുക്കണ ഒരു മുഅദ്ദിൻ അവൻ മാതൃക. അപ്പോ ഏത് ഈ ജീവിതത്തിന്റെ ഭൗതികവും ആത്മീയവുമാവുന്ന സർവ്വ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകയാക്കാൻ പറ്റുന്ന നിലക്കുള്ളതായ ഒരു ജീവിത ഒരു അവസ്ഥയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മാതൃകയാക്കാൻ നമ്മൾ അറിയാതെ റസൂലുള്ളാഹിനെ മാതൃകയാക്കുന്നതായ ഒരു അവസ്ഥ വന്നുകൂടാ. നമ്മൾ അറിയാതെ നമ്മളെ ഈമാൻ വളരുന്നതായ ഒരു അവസ്ഥ വന്നുകൂടാ. അത് വന്നുകൂടണമെന്നുണ്ടെങ്കിൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കണം. ഈ വ്യക്തിത്വം മനസ്സിലാക്കിയവരാണ് സഹാബത്ത്. അതുകൊണ്ട് തന്നെയല്ലേ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിൽപ്പെട്ട പലരും ഒരവസരത്തിൽ ഖുറൈശികളിൽപ്പെട്ട ഒരു ഹസ്സാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊമ്പ് വെച്ചു. ആ കൊമ്പ് വെച്ച രക്തം ഉണ്ടായിരുന്നു. ആ രക്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനോട് പറഞ്ഞു, എടോ നീ ഇത് കൊണ്ടുപോയിട്ട് ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഒഴിച്ചുള്ളൂ. ഇയാൾ ഇത് കൊണ്ടുപോയിട്ട് ആ ഒരു മതിലിന്റെ പിന്നിൽ ഒളിച്ചു നിന്നിട്ട് അയാൾ കുടിച്ചാതെ കുടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത് വന്നിട്ട് നബിനോട് പറഞ്ഞു, ഇങ്ങനെ വന്നു നിന്നു. അപ്പൊ റസൂൽ ചോദിച്ചു, നീ അത് എന്ത് ചെയ്തോടോ? ഇയാൾ പറഞ്ഞു, ഞാൻ ആരും കാണാത്ത സ്ഥലത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇയാൾ കുടിച്ചുകയാണ് ഇരിക്കുന്നുണ്ട്, അപ്പൊ ആരും കാണാത്ത സ്ഥലത്ത് ഒഴിച്ചു എന്ന് പറയാലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറഞ്ഞ മറുപടി എന്താ? ഇന്നക്കലം തസ്തഖി ബത്നുക അബദ. എടോ നിന്റെ വയറിന് ഒരു കാലത്തും യാതൊരു നിലക്കുള്ളതായ ബുദ്ധിമുട്ടും രോഗങ്ങളൊന്നും ഇനി ഉണ്ടാവൂല. നബിനോട് ഇയാൾ കുടിച്ചു എന്നല്ല പറഞ്ഞത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറഞ്ഞ സംഗതികൾ എത്രമാത്രം മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇയാള് നബിനോട് വന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇയാളെ വീക്ഷിച്ചു. അപ്പൊ ഇയാളെ ശരീരത്തിൽ ഇയാൾ ചെയ്ത സംഗതികൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ റസൂൽ അത് പറഞ്ഞു, നീ അത് കുടിച്ചിക്കാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നക്കലം തസ്തഖി ബത്നുക അബദ, നിന്റെ വയറിലേക്ക് ഒരു കാലത്തും ഒരു നിലക്കുള്ളതായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അതിന്റെ ആരോഗ്യത്തിലേക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിയിൽ നിന്ന് നിർഗളിക്കുന്ന സർവസ്വവും അത് വിശുദ്ധമാണോ അല്ലേ എന്നുള്ളത് തന്നെ പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ ചർച്ചയാണ്. മഹാന്മാരാവുന്ന മുഹദ്ദിഖീങ്ങളാവുന്ന പണ്ഡിതന്മാരെ പക്ഷം എന്താണ്? അത് വിശുദ്ധിയുള്ളതാണെന്ന ഒക്കെ തവാത്തറത്തിൽ അതില്ലത്തു അലാ ത്വഹാറത്തി ഫദ്ലാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വിസർജിച്ചാൽ ആ വിസർജനം ഇവിടെ കാണാൻ നമുക്ക് സാധിക്കൂല. ഭൂമി അതിനെ പിടിച്ചു വിഴുങ്ങും. നബിയിൽ നിന്നുണ്ടാവുന്നതായ നമ്മളിൽ നിന്നുണ്ടാവുന്ന നികൃഷ്ടമാവുന്ന സാധനങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിർഗളിക്കുമ്പോൾ അതിനെ ഭൂമി എന്നെ പിടിച്ചു വിഴുങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരില്ലായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഒരു പ്രത്യേകത അല്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളൊക്കെ കോട്ടുവായിടുന്ന മാതിരിക്ക് നബി കൊട്ടുവായിടൂല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എണ്ണി പറയാൻ പറ്റിയതായ ലക്ഷക്കണക്കിന് പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായി. ഇതുകൊണ്ട് തന്നെയാണ് നബിനെ നമ്മൾ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യൻ തന്നെ അല്ല എന്നുള്ളതായ ഒരു അവസ്ഥ തോന്നുകയാണ് ആളുകൾക്ക്. റസൂലുള്ളാഹിനെ കാണുമ്പോൾ, നബിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒരു മനുഷ്യനിൽ നിന്നുണ്ടാവേണ്ട പ്രവർത്തനങ്ങളല്ല ഇതൊന്നും. ഒരു മനുഷ്യനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയൂല. ഒരു തെറ്റുമില്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കാം. ആ മനുഷ്യന്റെ വാപ്പന്മാരെ പരിശോധിച്ചു നോക്കിയാൽ ആ വാപ്പന്മാര് മുഴുവനും വിശുദ്ധര്. ആദം നബി വരെ എത്തുന്നതായ നബിന്റെ വാപ്പന്മാരെ പരിശോധിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു വാപ്പ ഒരു വിഗ്രഹത്തിന് ഇബാദത്ത് ചെയ്യുകയോ ഒരു വിഗ്രഹവുമായി കൊണ്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയോ ചെയ്തിട്ടില്ല. നബിന്റെ വാപ്പന്മാരെ പരിശോധിച്ചു നോക്കിയാൽ ആദം നബി മുതൽ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അന്ന് വരെയുള്ളതായ പാപ്പന്മാരൊക്കെ അവര് വളരെ വിശുദ്ധരെന്ന് പറഞ്ഞാൽ അവര് അല്ലാഹു വാഹിദാണെന്ന് വിശ്വസിച്ചവര്, ഒരു വിമോഹത്തിന്റെ ബഹുദൈവ ആരാധനയുമായിട്ട് ബന്ധപ്പെടാത്ത ആളുകളായി. കാരണം എന്താ? ഒരു ബഹുദൈവ ആരാധന ചെയ്യുന്നതായ ഒരു വ്യക്തിയുടെ മുതുവിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധന്മാരാവുന്ന അമ്പിയാക്കന്മാരെ സൃഷ്ടിക്കാനുള്ളതായ നുത്ഫത്ത് ഇന്ദ്രിയ ബീജത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കൊണ്ടുവന്നിട്ടുമില്ല. ഇത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമാക്കി പറഞ്ഞതാണ്. വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂമു വതഖല്ലുബക ഫിസ്സാജിദീൻ. സുജൂദ് ചെയ്യണ വാപ്പമാര്, ആ വാപ്പമാരുടെ മുതുവിൽ കൂടിയാണ് നബിയെ തങ്ങൾ മാറി മാറി വന്നത്. നബിന്റെ വാപ്പമാരെ പരിശോധിച്ചു നോക്കിയാൽ ആ വാപ്പമാരൊക്കെ വിശുദ്ധരായിരുന്നു. വിശുദ്ധരായ വാപ്പമാർക്കുള്ളതായ മുതുവിൽ കൂടിയും അത് ഇബ്രാഹിം നബിന്റെ വാപ്പി ആസറല്ല. പരിശുദ്ധ ഖുർആനിൽ വൈദ് ഖാല ഇബ്രാഹിമു ലി അബീഹി ആസർ എന്ന് പറഞ്ഞാൽ ആസർ അബ് എന്നുള്ളതായ പ്രയോഗം വാലിദ് എന്നല്ല, അബ് എന്നുള്ള പ്രയോഗം വാപ്പക്ക് പെരുമാറുന്ന പോലെ വാപ്പന്റെ ജ്യേഷ്ഠന് പെരുമാറും, വാപ്പന്റെ അഞ്ചനൊക്കെ പറയും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പന്റെ ജ്യേഷ്ഠനോ വാപ്പന്റെ അഞ്ചനോ ആസർ. മൂപ്പര് വിഗ്രഹാരാധനയായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പ മൂപ്പര് വിഗ്രഹ ആരാധകനല്ല, ഒരിക്കലും വിഗ്രഹത്തിൽ ആരാധിച്ചിട്ടില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത്. ആരാണ് റസൂൽ? ആ റസൂലിനെ അവർ നിർവചിക്കുന്ന സ്ഥലത്ത് വാപ്പമാർക്കും ഉമ്മമാർക്കും ഉണ്ടാവുന്നതായ എന്തെങ്കിലും പോരായ്മകൾ, ആ പോരായ്മകളൊന്നും ഒരു നബിക്ക് ഒരിക്കലും ഉണ്ടാവില്ല, ഒരു പോരായ്മ ഉണ്ടാവില്ല. അപ്പോ എന്തെങ്കിലും നിലക്കൊരു പോരായ്മ പറയാൻ പറ്റുന്നതായ ഒരു വാപ്പയിൽ നിന്നോ ഒരു ഉമ്മയിൽ കൂടിയിട്ടോ ആ അമ്പിയാക്കന്മാർ വരൂല, ഒരിക്കലും വരാൻ പാടുള്ളതല്ല. വിശുദ്ധന്മാരാവുന്ന വാപ്പന്മാരിൽ നിന്നും വിശുദ്ധവതികളാവുന്ന ഉമ്മമാരിൽ കൂടി മാത്രമേ അമ്പിയാക്കന്മാരിവിടെ വരുള്ളൂ. അപ്പൊ വിശുദ്ധന്മാരിൽ കൂടി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാ ഈ വിത്ത് നന്നായാൽ 10 ഗുണം എന്നാ. അപ്പൊ അതിന്റെ ഉത്ഭവം മുതൽ തന്നെ അതെന്താവണം? വിശുദ്ധമായിട്ട് വിശുദ്ധരിൽ കൂടി വന്നാലേ വിശുദ്ധമാവുന്ന സ്വഭാവങ്ങൾ ആ മനുഷ്യനിൽ കൂടി പ്രകടമാവുള്ളൂ. എങ്ങനത്തെ വിശുദ്ധമായ സ്വഭാവം? മലായിക്കത്തിന്റെ സ്വഭാവമാണ് അമ്പിയാക്കന്മാരിൽ നിന്ന് കാണപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെ ഖുർആനിൽ പല ആവർത്തി പറഞ്ഞു, ഇഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനാണെന്നല്ല ഇതിന്റെ അർത്ഥം. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഞാൻ നിങ്ങളെ മാതിരിയുള്ള മനുഷ്യനാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നമുക്കൊക്കെ അറിയില്ലേ. ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരോ അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്തുകാരോ അതല്ലെങ്കിൽ ഇവിടുത്തെ വഹാബികളോ ഒക്കെ പറയണത് പോലെ വഹാബി എന്നൊക്കെ പോലെ പറ്റി പറയേണ്ടത് ഒരു കുറവാണെന്ന് ഒരു പേര് പലതും മാറ്റിയിട്ടുണ്ട്. അതങ്ങനെ തന്നെയുള്ള ഒരു അടിസ്ഥാനം ഇല്ലാത്തവര് പേര് ഇങ്ങനെ പലപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കും. ആദ്യം ഒരു വേറൊരു പേരിൽ അറിയപ്പെട്ടു, പിന്നെ വേറൊരു പേരിൽ അറിയപ്പെട്ടു, പിന്നെ വേറൊരു പേരിൽ അറിയപ്പെട്ടു. അപ്പോ ഇവിടുത്തെ വഹാബികളാവട്ടെ, ജമാഅത്ത് ഇസ്ലാമിക്കാരാവട്ടെ, അതല്ലെങ്കിൽ പിന്നെ തബ്ലീഗ് ജമാഅത്തുകാരാവട്ടെ, ഖാദിയാനികളാവട്ടെ, ഇവരൊക്കെ